സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാനൊരു യാത്ര പോയതാണ്. അപ്പോൾ യാത്രയുടെ ഇടയ്ക്ക് പോണതിന് മുന്നേ ഞാൻ ഈ ഒരു ഇലസ്ട്രേഷൻ ഞാൻ ചെയ്തായിരുന്നു. ഇത് നോസ് ടു തിങ്സ് ടു ഡ്രോ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ പണ്ട് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ഇതായിരുന്നു. നമ്മൾ അപ്പം കളിക്കുക എന്നുള്ളത്. അപ്പം ചിരട്ടയിൽ അപ്പം ഇട്ടിട്ട് കളിക്കണ അതൊരു ഭയങ്കര നൊസ്റ്റു ഒരു തിങ്ങായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ഇപ്പോൾ ആൾക്കാർ മണ്ണിൽ കളിക്കുക എന്ന് പറയണത് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഒരു അപ്പം കഥ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിന് ഇലസ്ട്രേഷൻ പേര് കൊടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഇലസ്ട്രേഷൻ. പിന്നെ യാത്ര ഞാൻ എങ്ങടെ പോയെന്ന് വെച്ചാൽ നമ്മുടെ മാംഗ്ലൂർ ആശ്രമത്തിൽ, അമ്മയുടെ ആശ്രമത്തിൽ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അത് 2 ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 27-ാം തീയതി ഞങ്ങൾ പോയി. ഞങ്ങൾ തൃശ്ശൂർ വഴിയാണ് വന്ദേ ഭാരത് ടു മാംഗ്ലൂർ. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോം 2-ലാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ വേറെ കുറേ ട്രെയിൻസ് വന്നായിരുന്നു. വൈകുന്നേരം ഒരു 7 മണി 7 ആ സമയത്തായിരുന്നു ട്രെയിന്. അപ്പോൾ അത് ഒരു കുംഭമേളയുടെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ഞാൻ പിന്നെ ഏട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യാണ് ട്രെയിനിന് വേണ്ടി. അപ്പോൾ ട്രെയിനിൽ ഫൈനലി കയറി ഇരുന്നു. ഇത് എക്സിക്യൂട്ടീവ് ചെയർ കാർ എന്ന് പറയും. E2 ലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഫുഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ചായ, ഇതേ ഇൻസ്റ്റൻറ്റ് ചായയാണ്. അപ്പോൾ നമ്മളത് പൊടിയിട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ടാൽ മതി. അതിൽ ഇന്ത്യൻ റെയിൽവേ വിഷസ് യു ഗ്രേറ്റ് ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീനിലെല്ലാം കാണിച്ചു തരുമല്ലോ. അതാണ് വന്ദേ ഭാരതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ ടെൽ വേറെ ഏത് സ്റ്റോപ്പിലാണ് വന്നെ, ഏത് കാര്യം എങ്ങനെയാണ് എവിടെയാണ് എത്തിയേക്കണേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എത്താറായപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വിഷ്വൽസ് എടുത്തതാണ്. മാംഗ്ലൂർ എത്തി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് മാംഗ്ലൂർ ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ തന്നെ, കന്നഡ ഭാഷയിലാണ് അത് എഴുതി വന്നത്. സോ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മലയാളവും ഉണ്ട്, കന്നഡയുണ്ട്, എല്ലാ ഭാഷയും ഇംഗ്ലീഷിലും ഉണ്ട്. നമ്മൾ സപ്തഗിരി ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെയാണ് നമ്മൾ നിന്നത്. അപ്പോൾ ആ ഹോം സ്റ്റേയിൽ എത്തി. ഭയങ്കര ടയേർഡായി ശരിക്കും പറയാൻ വെച്ചാൽ. ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതാവുമല്ലോ. പിന്നെ ഫൈനലി അടുത്ത ദിവസം ഞങ്ങൾ 27-നാണ് നമ്മൾ രാവിലെ എത്തി. അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും 28, 29 ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ ആവണേ ഉള്ളൂ, ലൈക്ക് അവർ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി, ലൈക്ക് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ആശ്രം, സ്റ്റേജൊക്കെ ബിൽഡ് ചെയ്യുക, പൂജ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ അമ്പലം ഉണ്ടായിരുന്നു ബ്രഹ്മസ്ഥാനത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഐപാഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. സോ ഐ സ്റ്റാർട്ടഡ് ടു ഇലസ്ട്രേറ്റ്. ഒരു മാങ്ങയുടെ ഇലസ്ട്രേഷനാണ് ഞാൻ ചെയ്തത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ഇലസ്ട്രേഷൻ. അതിൻ്റെ 2 മാങ്ങ ഇങ്ങനെ വീണ് കിടക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹാങ് ചെയ്ത പോലെ. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് വെച്ചാൽ ഒരു ഇത് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ, സ്വച്ച് ചെയ്ത കളേഴ്സ് അതിൻ്റെ മുകളിലാണ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ആദ്യം ഒരു ബേസ് കളർ എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതാണിത്. പിന്നെ അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ ഡിവോട്ടിയുടെ വീട്ടിൽ പോകാൻ പറ്റി. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സേവ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് വിഷ്വൽസാണ് ഇതൊക്കെ. ഏകദേശം നമ്മുടെയൊക്കെ നാട് പോലെ ഇരിക്കും, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് മെട്രോപൊളിറ്റൻ ആണ്. എന്ന് വെച്ചാൽ നല്ല ഒരു വിസ്താരണം ഉണ്ട്, റോഡിനൊക്കെ നല്ല വീതിയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നാടിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ പോവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽസ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇതിവിടെ എത്തിയ പോലെ ഒരു ഫീല് തോന്നുമല്ലോ. നമ്മൾ സാധാരണ നമ്മൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഇഫക്റ്റാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ എല്ലാം ഉണ്ട്, അവരുടെ എല്ലാ സർവീസസും അവിടെ അവൈലബിൾ ആണ്. യൂബർ ഉണ്ട്, ഓട്ടോ ഉണ്ട്, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഊബർ എടുത്തിട്ടാണ് പോയത് ഈ ഡിവോട്ടിയുടെ ഇവിടെ. അപ്പോൾ അവിടെ സേവ ഉണ്ടായിരുന്നു, പാക്കിംഗ് സേവയായിരുന്നു, പൂജയൊക്കെ പാക്ക് ചെയ്യണ
ഒരു സേവയായിരുന്നു. ഇത് കൃതി ഷെട്ടി എന്നാണ്. ഇവർ ഇതൊക്കെ ഉണ്ട്, ഇവർക്ക് സെറ്റപ്പൊക്കെ അവർ ചെയ്തു വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അമ്മ വൈകുന്നേരം വന്നായിരുന്നു. അപ്പോൾ പ്രസാദം തന്നതാണ്. അപ്പോൾ അതാണ് പ്രസാദം. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫങ്ഷൻ ഡേ, ദാറ്റ് ഈസ് ദ 28th, ഞങ്ങൾ രാവിലെ പോയി. അതിൻ്റെ വിഷ്വൽസാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വോളണ്ടിയർ കാർഡ് ഒക്കെ നോക്കുകയാണ് സേവ ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് യുനോ എന്താണ് ആ വന്ന ടൈമിലത്തെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ എന്തോ അമ്മയുടെ കൃപ കൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റി. സോ വി വർ വെയിറ്റിംഗ് ഫോർ അമ്മ. എവ്രി വൺ, നോട്ട് ജസ്റ്റ് അസ്, എവ്രി വൺ ഹു വാസ് കം ഓവർ ദെയർ വാസ് വെയിറ്റിംഗ് ഫോർ അമ്മ. അപ്പോൾ അമ്മയുടെ സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേലത്തെ കുറേ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അമ്മ വന്ന് ഫങ്ഷൻസ് കുറേ നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ കാരണം അമ്മയെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ഫുൾ ഉച്ചയ്ക്കായാലും അതേ ഊണ് കിട്ടി, നല്ല ഊണ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ദർശനം ഉണ്ടായി. സോ ഇതാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വന്ദേ ഭാരത്തിൽ തിരിച്ചു പോന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷ്വൽസ്, ഒരു ഇലസ്ട്രേഷൻ ഞാൻ ചെയ്തായിരുന്നു. അതാണ് ഇത് ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവർ ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലസ്ട്രേഷനാണ് ഇത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ്, ആ ട്രാൻസ്പെറൻസി കാണിക്കാൻ വേണ്ടി അടിയിലത്തെ കളറും കാണിക്കണം, ആ സ്കൈ കളറ് അല്ലെങ്കിൽ ആ നീല കളറ് കാണിക്കണം. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പറയുക ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഇലസ്ട്രേഷൻ ചെയ്തപ്പോൾ. പക്ഷേ ഐ സംഹൗ മെയ്ഡ് ഇറ്റ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ചെറിയ രീതിയിൽ എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Thank you for joining me into this കുട്ടി ട്രിപ്പ് വീഡിയോ.